ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ കൊമേഴ്സ് ആൻഡ് IPR. IPR എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇപ്പോൾ സബ്മിറ്റഡ് ബൈ ഹരികൃഷ്ണനെ, റോൾ നമ്പർ 33, സബ്മിറ്റഡ് ടു ഷെറീന മിസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് കൊമേഴ്സ്, എന്താണ് കൊമേഴ്സ്. Electronic commerce or e-commerce, sometimes written as e-commerce, is a business model that lets firms and individuals buy and sell things over the internet. E-commerce operates in all four of the following major market segments. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പിന്നെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും അനുവദിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ 4 സെഗ്മെൻറ്റുകളിലും കൊമേഴ്സ് പ്രവർത്തിക്കുന്നു. ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ ടു കൺസ്യൂമർ, കൺസ്യൂമർ ടു ബിസിനസ്. നമ്മൾ അടുത്തായിട്ട് നോക്കുന്ന കുറച്ച് കീ ടേക്ക് അവേസ് ആണ്. അപ്പോൾ കൊമേഴ്സ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ദി ഇൻ്റർനെറ്റ്. എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലൂടെ ചരക്കുകൾ പിന്നെ സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് കൊമേഴ്സ്. E-commerce can be suitable for brick and mortar stores through some business choose to maintain both. എന്ന് വെച്ചാൽ ഇഷ്ടിക മോട്ടോർ സ്റ്റോറുകൾക്ക് പകരമാവാം കൊമേഴ്സ്. എന്നിരുന്നാലും ചില ബിസിനസ്സുകൾ രണ്ടും നിലനിർത്താൻ തിരഞ്ഞെടുക്കുന്നു. ഓൾമോസ്റ്റ് എനിത്തിങ് ക്യാൻ ബി പർച്ചേസ്ഡ് ത്രൂ കൊമേഴ്സ് ടുഡേ. ഇന്ന് ഏതാണ്ടും എന്തും കൊമേഴ്സ് വഴി വാങ്ങാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ കൊമേഴ്സ്. കൊമേഴ്സിലെ സുരക്ഷാ പ്രശ്നങ്ങൾ. അപ്പോൾ സ്പൂഫിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പൂഫിംഗ് ഈസ് ദ ആക്ട് ഓഫ് ഡിസ്ക്യൂസിങ് എ കമ്മ്യൂണിക്കേഷൻ ഫ്രം ആൻ അൺനോൺ സോഴ്സ് ആസ് ബീൻ ഫ്രം എ നോൺ ട്രസ്റ്റഡ് സോഴ്സ്. സ്പൂഫിംഗ് ക്യാൻ apply to emails, phone calls and websites, or can be more technical such as computer spoofing and IP address resolution protocol or domain name system server. അറിയപ്പെടാത്ത വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നുള്ളതാണെന്ന് അജ്ഞാത ഉറവിടത്തിൽ നിന്ന് ആശയവിനിമയം മറച്ചുവെക്കുന്ന പ്രവർത്തനമാണ് സ്പൂഫിംഗ്. ഇമെയിലുകൾ, ഫോൺ കോളുകൾ, വെബ്സൈറ്റുകൾ എന്നിവയ്ക്ക് സ്പൂഫിംഗ് ബാധകമാകും. അല്ലെങ്കിൽ ഒരു IP വിലാസം കവർ ചെയ്യുന്ന കമ്പ്യൂട്ടർ വിലാസ റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവർ പോലുള്ള കൂടുതൽ സാങ്കേതികമാവാം. ഇനി സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ കൊമേഴ്സിലെ രണ്ടാമത്തതായ സ്നിഫിംഗ് എന്താ നോക്കാം. സ്നിഫിംഗ് അറ്റാക്സ് ഓർ എ സ്നിഫർ അറ്റാക്ക് ഇൻ കണ്ടെക്സ്റ്റ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി കറസ്പോണ്ട്സ് ടു തെഫ്റ്റ് ഓർ ഇൻ്റർസെപ്ഷൻ ഓഫ് ഡാറ്റ ബൈ ക്യാപ്ചറിംഗ് ദ നെറ്റ്വർക്ക് ട്രാഫിക് യൂസിംഗ് എ സ്നിഫർ. An application aimed at capturing network packets when data is transmitted across the network if the data packets are not encrypted. The data within the network packet can be read using a sniffer. Using a sniffer application, an attacker can analyze the network and gain information to eventually cause the network to crash or to become corrupted or read the communications happening across the network. നെറ്റ്വർക്ക് സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ സ്നിഫിംഗ് ആക്രമണം അല്ലെങ്കിൽ സ്നിഫർ ആക്രമണം ഒരു സ്നിഫർ ഉപയോഗിച്ച് നെറ്റ്വർക്ക് ട്രാഫിക് പിടിച്ചെടുക്കുന്നതിലൂടെ ഡാറ്റ മോഷ്ടിക്കുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ യോജിക്കുന്നു. നെറ്റ്വർക്കുകളിലുടനീളം ഡാറ്റ കൈമാറുമ്പോൾ ഡാറ്റ പാക്കറ്റുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെറ്റ്വർക്ക് പാക്കറ്റുകളിലെ ഡാറ്റ ഒരു സ്നിഫർ ഉപയോഗിച്ച് വായിക്കാൻ കഴിയും. ഒരു സ്നിഫർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആക്രമണകാരിക്ക് നെറ്റ്വർക്ക് വിശകലനം ചെയ്യാനും ഒടുവിൽ നെറ്റ്വർക്ക് തകരാറിലാകാനോ കേടാകാനോ കാരണമാകുന്ന വിവരങ്ങൾ നേടാൻ നെറ്റ്വർക്കുകളിലുടനീളം നടക്കുന്ന ആശയവിനിമയങ്ങൾ വായിക്കാനോ കഴിയും. അടുത്തത് കൊമേഴ്സിലെ സുരക്ഷാ പ്രശ്നമായ ഗസ്സിംഗ് പാസ്വേഡ് എന്ന് വെച്ചാൽ പാസ്വേഡ് പ്രവചനം. പാസ്വേഡ് ക്രാക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് പാസ്വേഡ്സ് ഫ്രം ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ സ്റ്റോർഡ് ഇൻ or transmitted by a computer system. A common approach is to repeatedly try guesses for the passwords and to check them against an available cryptographic hash of the password. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സംഭരിച്ചിട്ടുള്ളതോ കൈമാറ്റം ചെയ്തതോ ആയ ഡാറ്റയിൽ നിന്ന് പാസ്വേഡുകൾ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് പാസ്വേഡ് ക്രാക്കിംഗ്. പാസ്വേഡിനായി ഹാക്കർ ആവർത്തിച്ച് പരീക്ഷിക്കുകയും പാസ്വേഡിൻ്റെ ലഭ്യമായ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷിൽ നിന്ന് അവ പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പൊതു സമീപനം. അടുത്തത് അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ മീൻസ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ടു ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് നോട്ട് ഓതറൈസ്ഡ് ടു റിസീവ് ഇറ്റ് ആൻഡ് ഈവൻ ഇൻവോൾവിംഗ് ദ എക്സ്പോഷർ ഓഫ് ഇൻഫർമേഷൻ ടു എൻറ്റൈറ്റിൽസ് ടു നോട്ട് ഓതറൈസ്ഡ് ആക്സസ് ടു ദി ഇൻഫർമേഷൻ.
അനധികൃത വെളിപ്പെടുത്തൽ അർത്ഥമാക്കുന്നത് അത് സ്വീകരിക്കാൻ അധികാരമില്ലാത്ത ഒരു വ്യക്തിക്ക് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് നവീകരണത്തിലേക്ക് അംഗീകാരം ലഭിക്കാത്ത എൻറ്റിറ്റികളിലേക്ക് വിവരങ്ങൾ എക്സ്പോഷർ ചെയ്യുന്ന ഒരു ഇവൻറ്റ്. ടൈപ്സ് ഓഫ് ത്രെഡ്സ് ആൻഡ് സോഴ്സ് ഓഫ് ത്രെഡ്സ് എന്ന് വെച്ചാൽ ത്രെഡ്സുകളുടെ തരങ്ങളും സ്രോതസ്സുകളും. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, VPN ടണൽ വൾനറേഷൻ, ബ്ലൻഡഡ് അറ്റാക്സ്, ഡൈവേഷണറി ടാക്ടിക്സ്, ഡൗൺലോഡിംഗ് ടാക്ടിക്സ്, റീനെയിമിംഗ് ടാക്ടിക്സ്, പിയർ ടു പിയർ ആപ്ലിക്കേഷൻ, മ്യൂസിക് ആൻഡ് വീഡിയോ ബ്രൗസർ. അടുത്തത് കുറച്ച് സെക്യൂരിറ്റി ടൂൾസ്. എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ വിവരങ്ങൾ എൻകോഡ് ചെയ്യുന്ന പ്രക്രിയ. Encryption is the process of encoding information. This process converts the original representation of the information into alternative form. വിവരങ്ങൾ എൻകോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ. ഈ പ്രക്രിയ വിവരങ്ങളുടെ യഥാർത്ഥ പ്രാതിനിധ്യത്തെ ഇതര രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് used to validate the authenticity and integrity of a message, software or digital document. ഒരു സന്ദേശം, സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ പ്രമാണത്തിൻ്റെ ആധികാരികതയും സമഗ്രതയും സാധൂകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗണിത സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപകാരപ്രദമാകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈസ് എ ഇലക്ട്രോണിക് പാസ്വേഡ് ദാറ്റ് അലൗസ് എ പേഴ്സൺ ഓർഗനൈസേഷൻ ടു എക്സ്ചേഞ്ച് ഡാറ്റ സെക്യൂർലി ഓവർ ദി ഇൻ്റർനെറ്റ് യൂസിംഗ് ദ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ഓർ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്. പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലൂടെ സുരക്ഷിതമായി ഡാറ്റ കൈമാറാൻ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അനുവദിക്കുന്ന ഒരു ഇലക്ട്രോണിക് പാസ്വേഡാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് എന്നും അറിയപ്പെടുന്നു. ഇതിനുള്ളതാണ് ഇതിൻ്റെ ഒരു നിയമവശം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇലക്ട്രോണിക് കോൺടാക്റ്റ് ആർ ലീഗലി വാലിഡ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഇലക്ട്രോണിക് കോൺടാക്റ്റ് നിയമപരമായി സാധുതയുള്ളതാണ്. ഡിജിറ്റൽ ഒപ്പുകളുടെ നിയമപരമായ അംഗീകാരം. സെക്യൂരിറ്റി പ്രൊസീജിയർ ഫോർ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പിനുമുള്ള സുരക്ഷാ നടപടിക്രമം. അപ്പോയിൻമെൻറ്റ് ഓഫ് സർട്ടിഫയിങ് ഓതറൈസ്ഡ് ആൻഡ് കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് റെക്കഗ്നിഷൻ ഓഫ് ഫോറിൻ സർട്ടിഫയിങ് അതോറിറ്റീസ്. അംഗീകാരമുള്ള വിദേശ സർട്ടിഫയിങ് അധികാരികൾ ഉൾപ്പെടെ സർട്ടിഫൈ ചെയ്യുന്ന അധികാരികളുടെയും കൺട്രോളറുടെയും നിയമനം. Various type of computer crimes defined and stringent penalties provided under the Act. വിവിധ തര കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുകയും കർശനമായ ശിക്ഷാ നടപടികൾ നിയമപ്രകാരം നൽകുകയും ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ അണ്ടർ ദി ആക്ട്. ആക്ടിന് കീഴിൽ സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ സ്ഥാപിക്കൽ. ആക്ട് ടു അപ്ലൈ ഫോർ ഒഫൻസസ് ഓർ കോൺട്രവെൻഷൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള കുറ്റകൃത്യങ്ങൾക്കോ ലംഘനങ്ങൾക്കോ അപേക്ഷിക്കാൻ പ്രവർത്തിക്കുക. പവർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ടു എൻ്റർ ഇൻ ടു ആൻ പബ്ലിക് പ്ലേസ് ആൻഡ് സെർച്ച് ആൻഡ് അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ്. ഏതെങ്കിലും പൊതു സ്ഥലത്ത് പ്രവേശിക്കാനും വാറൻ്റ് ഇല്ലാതെ തിരയാനും അറസ്റ്റ് ചെയ്യാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും അധികാരം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈബർ റെഗുലേഷൻസ് അഡ്വൈസറി കമ്മിറ്റി ഹൂ വിൽ അഡ്വൈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് കൺട്രോളർ. കേന്ദ്ര സർക്കാരിനെയും കൺട്രോളറെയും ഉപദേശിക്കുന്ന സൈബർ നിയന്ത്രണ ഉപദേശക സമിതിയുടെ ഭരണഘടന. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് ദ ക്രിയേഷൻസ് ഓഫ് ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഹാസ് എ കൊമേഴ്സ്യൽ ആൻഡ് മോറൽ വാല്യൂ. Intellectual property rights grants exclusive rights to an author for utilizing and benefiting from their creation. വാണിജ്യപരവും ധാർമ്മികവുമായ മൂല്യമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ സൃഷ്ടികളാണ് ബൗദ്ധിക സ്വത്തവകാശം. ഒരു രചയിതാവിന് അവരുടെ സൃഷ്ടി ഉപയോഗപ്പെടുത്തുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമായി ഈ IPR എക്സ്ക്ലൂസീവ് അവകാശങ്ങൾ നൽകുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് IPR. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് IPR എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പാറ്റൻസ്, ഡിസൈൻ റൈറ്റ്സ്, പെർഫോം റൈറ്റ്സ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഡാറ്റാബേസ് റൈറ്റ്സ് എന്നൊക്കെയാണ് ടൈപ്സ് ഓഫ് IPR എന്നുള്ളത്. ഇപ്പോൾ ടൈപ്സ് ഓഫ് IPR.
A patent is a form of intellectual property that gives its owner the legal right to exclude others from making, using, or selling an invention for a limited period of years in exchange for publishing and enabling public disclosure of the invention. ഒരു പാറ്റന്റ് എന്നത് ഭൗതിക സ്വത്തവകാശമാണ്. അത് കണ്ടുപിടുത്തത്തിൻ്റെ പരസ്യമായ വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിക്കുന്നതിന് പകരമായി ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു കണ്ടുപിടുത്തം നിർമ്മിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വിൽക്കുന്നതിലും മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള നിയമപരമായ അവകാശം അതിൻ്റെ ഉടമയ്ക്ക് നൽകുന്നു. Copyright is a type of intellectual property that gives its owner the exclusive rights to make copies of a creative work, usually for a limited time. ഒരു സൃഷ്ടിപരമായ സൃഷ്ടിയുടെ പകർപ്പുകൾ നിർമ്മിക്കാനുള്ള പ്രത്യേക അവകാശം അതിൻ്റെ ഉടമയ്ക്ക് നൽകുന്ന ഒരു തരം ഭൗതിക സ്വത്തവകാശമാണ് പകർപ്പവകാശം. സാധാരണമായി ഒരു പരിമിത സമയത്തേക്കാണ് ഇത് നൽകുന്നത്. എ ട്രേഡ്മാർക്ക്, ഓൾസോ റിട്ടേൺ ആസ് ട്രേഡ്മാർക്ക് ഓർ ട്രേഡ്മാർക്ക്, is a type of intellectual property consisting of recognizable sign, design or expression which identify product or service. ഒരു വ്യാപാര മുദ്ര എന്നത് ഉൽപ്പന്നങ്ങളോ സേവനമോ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന ചിഹ്നം അല്ലെങ്കിൽ രൂപകൽപ്പന അല്ലെങ്കിൽ പദപ്രയോഗം അടങ്ങുന്ന ഒരു തരം ഭൗതിക സിദ്ധ സ്വത്തവകാശമാണ്. An industrial design right is an intellectual property right that protects the visual design of objects that are not purely utilitarian. And industrial design consists of the creation of a shape, configuration or composition of pattern or color or combination of pattern and color in three-dimensional form containing aesthetic value. വ്യവസായ രൂപകൽപ്പന അവകാശം ഒരു ഭൗതിക സ്വത്തവകാശമാണ്. അത് പൂർണ്ണമായും പ്രയോജനകരമല്ലാത്ത വസ്തുക്കളുടെ ദൃശ്യരൂപകൽപ്പനയെ പരിരക്ഷിക്കുന്നു. ഒരു വ്യവസായ രൂപകൽപ്പനയിൽ ഒരു ആകൃതി, കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ ഘടന അല്ലെങ്കിൽ പാറ്റേണിൻ്റെയും നിറത്തിൻ്റെയും സംയോജനം ത്രിമാന രൂപത്തിൽ സൗന്ദര്യാത്മക മൂല്യം ഉൾക്കൊള്ളുന്നു. Trade secrets are type of intellectual property that comprise formulas, practices, processes, designs, instruments, patterns or compilation of information that have inherent economic value because they are not generally known or readily ascertainable by others, and which the owner takes reasonable measures to keep secret. എന്നുവെച്ചാൽ വാണിജ്യ രഹസ്യങ്ങൾ എന്നത് ഒരു തരം ഭൗതിക സ്വത്തവകാശമാണ്. അപ്പോൾ സൂത്രവാക്യങ്ങൾ, സമ്പ്രദായങ്ങൾ, പ്രക്രിയകൾ, രൂപകൽപ്പനകൾ, ഉപകരണങ്ങൾ, പാറ്റേണുകൾ അല്ലെങ്കിൽ അന്തർലീനമായ സാമ്പത്തിക മൂല്യമുള്ള വിവരങ്ങളുടെ സമാഹരണം എന്നിവ ഉൾക്കൊള്ളുന്നു. കാരണം അവ മറ്റുള്ളവർക്ക് പൊതുവായി അറിയപ്പെടാത്തതോ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്തതോ ആയതിനാൽ ഉടമ ന്യായമായ നടപടികൾ കൈക്കൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ കൊമേഴ്സ് ആൻഡ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.